വെള്ളം യൂസ് ചെയ്യാറ്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വെള്ളം യൂസ് ചെയ്യാറ് മോളെ ദേവർഷ? നമുക്ക് എന്തിനൊക്കെ വാട്ടർ വേണം? എന്തൊക്കെ കാര്യങ്ങൾക്കാണ് മോള് വെള്ളം ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? കൈ കഴുകാനും പിന്നെയോ ഫ്രൂട്ടൊക്കെ കഴുകാനും കുടിക്കാനും പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാനും. കുടിക്കാൻ വെള്ളം വേണം അല്ലേ? കൈയൊക്കെ കഴുകാൻ വേണം. പിന്നെന്താണ്? ചെടികൾക്കൊക്കെ നനക്കാൻ വെള്ളം വേണം. ഒരുപാട് കാര്യങ്ങൾക്ക് വെള്ളം വേണം അല്ലേ? വേറെന്തൊക്കെയാണ് റയാൻ? വേറെന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് വാട്ടർ ആവശ്യമായിട്ടുള്ളത്? വാഷ് ചെയ്യാൻ വേണം അല്ലേ? നമ്മുടെ ഡ്രസ്സും നമ്മുടെ ഡ്രസ് വാഷ് ചെയ്യാൻ വേണം. പിന്നെയോ കുക്ക് ചെയ്യാൻ വേണം. ഫുഡ് കുക്ക് ചെയ്യാൻ വേണം. പിന്നെന്താണ്? കുളിക്കാനും വെള്ളം വേണം അല്ലേ? കുളിക്കാനും വെജിറ്റബിൾ ഒക്കെ വാഷ് ചെയ്യാൻ അല്ലേ? വെജിറ്റബിൾ വാഷ് ചെയ്യാൻ, കുടിക്കാൻ, കൈ കഴുകാൻ, ചെടികൾക്ക് നനയ്ക്കാൻ അല്ലേ? കുളിക്കാൻ, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? വാട്ടർ വേണം അല്ലേ? സോ വെള്ളത്തിന്റെ യൂസസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ലിസൺ ഹിയർ. We cannot live without water. നമുക്കറിയാം അല്ലേ? വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ലല്ലോ അല്ലേ? എപ്പോഴും നമുക്ക് എന്ത് വേണം? വെള്ളം വേണം അല്ലേ? വെള്ളം ഇപ്പൊ എന്താണ്? ഒന്നാമത് ചൂട് സമയമാണ്. നമുക്ക് എന്ത് വേണം? ഒരുപാട് വെള്ളം കുടിക്കാനൊക്കെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോ we cannot live without water. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് പറയുന്നത് അല്ലേ? വേണമെങ്കിൽ നമ്മൾ ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ നിൽക്കും അല്ലേ? ഒരു ദിവസം മുഴുവൻ വെള്ളം കുടിക്കാതെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് എപ്പോഴും എന്ത് വേണം? വെള്ളം വളരെ എസെൻഷ്യൽ ആണ്. Both plants and animals need water. ചെടികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ എന്ത് വേണം? വെള്ളം ആവശ്യമാണ് അല്ലെ? എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? വാട്ടർ വേണം. We are going to study which are the uses of water. എന്തൊക്കെയാണ് വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങള്, ആവശ്യങ്ങള് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നോക്കാം. We need water to drink. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ? എന്ത് വേണം? കുടിക്കാൻ നമുക്ക് വെള്ളം വേണം. We need water to drink. And we must drink at least 8 glasses of water every day. We need water to drink. നമ്മൾ പറഞ്ഞു നമുക്ക് കുടിക്കാൻ എന്ത് വേണം? വെള്ളം വേണം. And we must drink at least 8 glasses of water every day. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ചുരുങ്ങിയത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കുടിക്കാറുണ്ടോ? ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്? ഒരു 2 or 3 ഗ്ലാസ്സേ കുടിക്കുള്ളൂ അല്ലേ? ചിലപ്പോ 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താണ് പിയോണ? ഞാൻ 5 ഗ്ലാസ് 5 ഗ്ലാസ് കുടിക്കാറുണ്ട് അല്ലേ? പിന്നെയോ ഹാദിയോ 8 ഗ്ലാസ് കുടിക്കാറുണ്ടോ മോളെ ഹാദിയ? ഇന്ന് മുതൽ കുടിക്കും. ഇന്ന് മുതൽ കുടിക്കും അല്ലേ? ദേവർഷിയോ 8 ഗ്ലാസ് കുടിക്കാറുണ്ടോ? ഒരു ബോട്ടിൽ മൊത്തം കുടിക്കാറുണ്ട്. ഒരു ബോട്ടിൽ മൊത്തം കുടിക്കും അല്ലേ? ഒരു ബോട്ടിൽ വെള്ളം 8 ഗ്ലാസ് ഉണ്ടാവോ? അയ്യാനോ അയ്യാൻ 8 ഗ്ലാസ് വാട്ടർ കുടിക്കാറുണ്ടോ ഒരു ദിവസം? അയ്യാൻ വലിയ ബോട്ടിൽ ഫുള്ളും കുടിക്കും. ഒരു വലിയ ബോട്ടിൽ മുഴുവൻ കുടിക്കും അല്ലേ? പിന്നെയോ നൈല കുടിക്കാറുണ്ടോ മോളെ 8 ഗ്ലാസ് വാട്ടർ? ഉണ്ടോ? എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുക ഒരു ദിവസം? 2 ഗ്ലാസോ? 2 ഗ്ലാസ് ഒന്നും കുടിച്ചാൽ പോരാട്ടോ. ഒരു ദിവസം എന്ത് ചെയ്യണം? ഒരുപാട് വെള്ളം കുടിക്കണം. ചുരുങ്ങിയത് ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. ബാക്കി എന്ത് ചെയ്യാം? പിന്നെയും കുടിക്കുക അല്ലെ? ഒരുപാട് വെള്ളം കുടിക്കണം അല്ലെ? നമ്മൾ ഇപ്പൊ എന്താണ് പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ് അല്ലെ? നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളം എന്ത് ചെയ്യും? പുറത്തു പോകും അല്ലെ? എന്താണ് മോളെ അമൃത? മോളെ എത്ര ഗ്ലാസ് കുടിക്കാറുണ്ട്? 9 ഗ്ലാസ്. 9 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ടല്ലേ?
വെരി ഗുഡ്. 9 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ടോ അമൃത? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ ഒരു ദിവസം ഒരുപാട് വെള്ളം കുടിക്കണം അല്ലെ? ഇപ്പൊ ചൂടും കൂടി ആയതുകൊണ്ട് എന്താണ്, നമ്മള് നന്നായിട്ട് വേർക്കുന്നുണ്ട് അല്ലെ? നന്നായിട്ട് വേർക്കും. അപ്പോഴും നമ്മൾ ബോഡിയിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തു പോകും അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കണം. ഒരുപാട് വെള്ളം കുടിച്ചാലാണ് എന്ത് ചെയ്യാ, നല്ല സുന്ദരിമാരും സുന്ദരന്മാരൊക്കെ ആവുക. അപ്പൊ എന്ത് ചെയ്യാ, ചൂട് സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക. സാവിയ കുടിക്കാറുണ്ടോ? യെസ്, ഓക്കെ, ഗുഡ്. അപ്പൊ ഇന്ന് മുതൽ എന്ത് ചെയ്യാ, 8 ഗ്ലാസ് വെള്ളമെങ്കിലും എല്ലാവരും കുടിക്കുക ഒരു ദിവസം. Then we need water to wash clothes and to bath. നമുക്ക് എന്തിനു വെള്ളം വേണം? ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാൻ അല്ലേ? നമ്മൾ ഡ്രസ്സൊക്കെ അലക്കാൻ എന്ത് വേണം? എന്തായാലും വെള്ളം വേണം. പിന്നെയോ കുളിക്കാനും വേണം അല്ലെ? കുളിക്കുന്നവർക്ക് എന്ത് ചെയ്യാ, കുളിക്കാനും വെള്ളം വേണം അല്ലെ? കുളിക്കാത്തവരാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. നിങ്ങളൊന്നും കുളിക്കാറില്ലല്ലോ, ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കുളിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എപ്പോഴാ കുളിക്കുക? ഒരു നേരാണോ, 2 നേരാണോ, 3 നേരാണോ? 1 ആണോ, 2 ആണോ, 3 ആണോ? 2 നേരം അല്ലേ? ബിയോണ ഒരു നേരേ ഉള്ളൂ ആണോ? ഇപ്പൊ എന്താണ്, ചൂടാണല്ലേ? 2-3 നേരമൊക്കെ കുളിക്കുക അല്ലെ? എന്ത് ചെയ്യാ, ചുരുങ്ങിയത് 2 തവണയെങ്കിലും കുളിക്കുക അല്ലെ? അപ്പൊ കുളിക്കാൻ നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. പിന്നെയോ കുടിക്കാനും വെള്ളം വേണം. നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വെള്ളം വേണം. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം? വാട്ടർ ആവശ്യമാണ്. ഓക്കെ മിസ്. അപ്പൊ വി നീഡ് വാട്ടർ ടു ഡ്രിങ്ക്. ഒന്നാമത്തെ കാര്യം അല്ലെ, വെള്ളത്തിന്റെ. കുടിക്കാൻ നമുക്ക് വെള്ളം വേണം. പിന്നെ എന്താണ്, വി മസ്റ്റ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 8 ഗ്ലാസ്. ചുരുങ്ങിയത് 8 ഗ്ലാസ് എന്നാ പറയുന്നത് അല്ലെ? 8 ഗ്ലാസ് എങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും കുടിക്കണം അല്ലെ? നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടില് അമ്മമാരും ഒക്കെ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ പറയണം അല്ലേ അവരോട്? ഇപ്പൊ ചൂടൊക്കെ ആവുമ്പോ നമുക്ക് പല അസുഖങ്ങളൊക്കെ വരും അല്ലെ? വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക. രാവിലെ തന്നെ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചു വെക്കുക. എന്നിട്ട് കൂടെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ? അതാവുമ്പോ കൂടെ വെള്ളം വേണമെന്ന് പറഞ്ഞ അമ്മമാരെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട. രാവിലെ എന്ത് ചെയ്യുക, 2 ബോട്ടിലിൽ വെള്ളം നിറച്ചു വെക്കുക. എന്നിട്ട് വേണ്ട സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ വി നീഡ് വാട്ടർ ടു വാഷ് ക്ലോത്ത്സ് ആൻഡ് ടു ബാത്ത്. നമുക്ക് ഡ്രസ്സൊക്കെ നനക്കാനും കുളിക്കാനും എന്ത് വേണം? വെള്ളം വേണം അല്ലെ? എന്താണ് മോളെ ഐസിന? ഞാൻ 3 പ്രാവശ്യം കുളിക്കലുണ്ട്. 3 തവണ കുളിക്കാറുണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? വി നീഡ് വാട്ടർ ടു വാഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. നമ്മൾ എല്ലാ ദിവസവും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? കുക്ക് ചെയ്യാൻ വേണ്ടി, കഴിക്കാൻ വേണ്ടി ഒക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് വേണം. ഇതൊക്കെ എന്ത് ചെയ്യണം? നന്നായി കഴുകിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലെ? വെജിറ്റബിൾസിലൊക്കെ എന്താണ്, ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് മരുന്നൊക്കെ അടിച്ചിട്ടാണ് അതൊക്കെ വരിക അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നന്നായി വെള്ളത്തിലിട്ട് കഴുകണം അല്ലെ? അപ്പൊ അതിനൊക്കെ വേണ്ടി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. We need water to cook food. We always need to water cook food. നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം അല്ലെ? ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. അപ്പൊ എന്ത് വേണം? അത് കുക്ക് ചെയ്യാനും എന്ത് വേണം? വെള്ളം വേണം. അപ്പം ഇതൊക്കെയാണ് വെള്ളത്തിന്റെ യൂസസ് എന്ന് പറയുന്നത്. ഇനിയുമുണ്ട് ഒരുപാട്. ആദ്യം പറഞ്ഞത് എന്താണ്? We need water to drink. Then we must drink at least 8 glasses of water a day. അല്ലെ? ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 8 ഗ്ലാസ്, അതായത് 8 ഗ്ലാസ് വെള്ളം എങ്കിലും കുടിക്കണം. അതിനർത്ഥം എന്താണ്? 8 കൃത്യം കുടിച്ചാൽ മതിയോ? 9, 10, 11 എത്ര വേണമെങ്കിലും കുടിക്കാം അല്ലെ? ഒരുപാട് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. We need water to wash clothes and to bath. ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനും കുളിക്കാനും എന്ത് വേണം? വെള്ളം വേണം. കുളിക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അത്രയും വെള്ളം എന്താണ്, ലാഭാണ് അല്ലെ? കുളിക്കാത്തവരുണ്ടോ ഇതിൽ ആരെങ്കിലും? ഉണ്ടോ? റയാനുണ്ടോ? ഇല്ല അല്ലെ? കുളിക്കാറുണ്ട് അല്ലേ? ഓക്കെ, എല്ലാവരും കുളിക്കുന്ന ആൾക്കാരാണ് അല്ലെ? നല്ല കുട്ടികളാണല്ലേ? കുളിക്കാൻ മടിയൊന്നും ഇല്ലല്ലോ. പിന്നെന്താണ്? വി നീഡ് വാട്ടർ ടു വാഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. Then we need water to cook food. We always cook food. നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം അല്ലെ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്ത്
ഭക്ഷണം കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ? വെള്ളമില്ലാതെ കുക്ക് ചെയ്യാൻ പറ്റുമോ? ചോറും കറിയും ഒക്കെ ആക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? ദോശയും ഇഡ്ഡലിയും പുട്ടും ഒക്കെ ആക്കാൻ നമുക്ക് വെള്ളം വേണ്ടേ? വേണം അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വെള്ളം ആവശ്യമാണ്. പിന്നെ എന്താണ്? വി നീഡ് വാട്ടർ ടു ക്ലീൻ അവർ ഹൗസ്. നമ്മുടെ വീടൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി? ക്ലീൻ ചെയ്യാൻ വേണ്ടി അല്ലേ? നമുക്ക് വെള്ളം വേണം. നമ്മുടെ വീട്ടിലെ ഫ്ലോർ ഒക്കെ തുടച്ച് വൃത്തിയാക്കണം അല്ലേ? എപ്പോഴും തുടക്കാനൊക്കെ എന്ത് വേണം? വെള്ളം ആവശ്യമുണ്ട് അല്ലേ? അപ്പൊ വീടൊക്കെ നന്നായിട്ട് വൃത്തിയാകണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു മേക്ക് ഫുഡ്. എന്ത്? ചെടികൾക്ക് അല്ലേ? ഭക്ഷണം ഉണ്ടാക്കാൻ എന്ത് വേണം? വെള്ളം ആവശ്യമാണ്. നമുക്ക് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതിയോ? നമ്മുടെ ചെടികൾക്കും പൂക്കൾക്കും മരങ്ങൾക്കും ഒക്കെ എന്ത് വേണം? ഫുഡ് വേണം. അപ്പൊ അവർക്ക് ഫുഡ് ഉണ്ടാക്കാനും എന്ത് വേണം? വെള്ളം ആവശ്യമാണ്. Then we need water to put out a fire. Put out a fire എന്ന് വെച്ചാൽ എന്താണ്? തീ കെടുത്താൻ അല്ലേ? We need water to put out a fire. എവിടെയെങ്കിലും തീ പിടിക്കുന്ന സമയത്ത് ഫയർ എഞ്ചിൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഫയർ എഞ്ചിൻ പോകുന്നത്? ഉണ്ട്. ഈ ഫയർ എഞ്ചിന്റെ അടുത്ത് എന്താ ഉള്ളത്? തീ കെടുത്താനാ പോകുന്നത് അല്ലെ? എങ്ങനെയാ അവർ തീ കെടുത്തുക? വെള്ളം യൂസ് ചെയ്തിട്ടാണ് അല്ലെ? അപ്പൊ അതിനെന്ത് വേണം? വെള്ളം വേണ്ടേ? എവിടെയെങ്കിലും വലിയ വലിയ ഫയറൊക്കെ ഉണ്ടായാൽ എന്ത് വേണം? അതൊക്കെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ എന്ത് വേണം? വെള്ളം വേണം അല്ലെ? ചെറുതായിട്ട് എവിടെയെങ്കിലും തീ കത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ നമ്മള് വെള്ളം ഒഴിച്ച് കെടുത്തു അല്ലെ? അപ്പൊ അതിന് വെള്ളം ആവശ്യമാണ്. Then farmers water their fields. This helps the crops to grow. കൃഷിക്കാർക്ക് അല്ലെ? ഫാമേഴ്സ് ആരാണ്? കൃഷിക്കാരല്ലേ? കൃഷിയൊക്കെ ചെയ്യുന്നവര്. ഈ കൃഷിക്കാരൊക്കെ നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്താലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നല്ല നല്ല ഫുഡ് ക്രോപ്സ് ഒക്കെ കിട്ടും അല്ലെ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള അരിയും പച്ചക്കറിയും ഒക്കെ നമുക്ക് എവിടുന്നാ കിട്ടുന്നേ? നമ്മുടെ വീട്ടില് ചെറിയ ചെറിയ പച്ചക്കറിയൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ കൃഷി ചെയ്യും അല്ലെ? പക്ഷെ ഒരുപാട് ബൾക്കായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് വാങ്ങിക്കണം അല്ലെ? വാങ്ങിക്കണമെങ്കിൽ അത് ആര് ഉണ്ടാക്കണം? ഫാർമേഴ്സ് അതൊക്കെ വെച്ച് ഉണ്ടാക്കണം അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അവർക്ക് എന്ത് വേണം? അവരുടെ ഫീൽഡൊക്കെ വെള്ളം വേണം അല്ലെ? അവരുടെ കൃഷിസ്ഥലമൊക്കെ നനയ്ക്കാൻ വേണ്ടി എന്ത് വേണം? വെള്ളം വേണം. നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ പച്ചക്കറിത്തോട്ടോ അല്ലെങ്കിൽ ചെടിയോ ഒക്കെ നട്ടിട്ട് നിങ്ങളുടെ അമ്മമാരും നിങ്ങളൊക്കെ പോയി വെള്ളം ഒഴിക്കാറില്ലേ അതിന്? ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ലേ? അതെന്തിനാണ്? നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയാണല്ലേ? അപ്പോ നന്നായിട്ട് വളർന്നു വരണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. അതുപോലെ തന്നെയാ നിങ്ങളും അല്ലേ? നിങ്ങളും നന്നായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് വെള്ളം കുടിക്കണ്ടേ? അതുപോലെ തന്നെ ചെടികളും നന്നായിട്ട് വളരണമെങ്കിൽ അവർക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെ? കൃഷിക്കാർക്കൊക്കെ അവരുടെ കൃഷി സ്ഥലത്തൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. അങ്ങനെ നന്നായി വെള്ളം ഒഴിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദ ക്രോപ്സ് നന്നായിട്ട് വളരുള്ളൂ അല്ലേ? അവിടെയുള്ള വിളകളല്ലേ? അവരുടെ ക്രോപ്സ് നന്നായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. Then next നോക്കാം. Many animals like fish live in water. They would die without water. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾ ഉണ്ട് അല്ലേ? നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ താമസിക്കുന്നത് എന്തൊക്കെയാണ്? ടോട്ടോയ്സ്, ഫിഷ്, ഇതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? വെള്ളത്തിൽ ഉണ്ടാവും അല്ലേ? വെള്ളമില്ലെങ്കിൽ മരിച്ചു പോകുന്ന ജീവികളും ഉണ്ട്. മീനിനൊക്കെ വെള്ളമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ? വെള്ളം നിർബന്ധമാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെയുള്ള ആനിമൽസിന് ജീവിക്കാനും എന്ത് വേണം? വെള്ളം വേണം. വെള്ളം ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? മരിച്ചു പോകും അല്ലെ? Then we use rivers to travel in boats and ships. പിന്നെ നമ്മള് ബോട്ടിലും ഷിപ്പിലും ഒക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ റോഡിന്റെ മുകളിൽ കൂടെ ബോട്ടും ഷിപ്പും പോവോ? ഇല്ലല്ലോ. വെള്ളത്തിലെ കൂടെ മാത്രമേ പോവുള്ളൂ അല്ലേ? അപ്പൊ അതിലൊക്കെ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനും നമുക്ക് എന്ത് വേണം? വാട്ടർ വേണം എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഷബറ. Then യൂസസ് ഓഫ് വാട്ടർ. ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. കഴിഞ്ഞ പോർഷൻസ് ഒക്കെ നന്നായിട്ട് എപ്പോഴും വായിച്ചു നോക്കുക.
എല്ലാ സമയത്തും എന്ത് ചെയ്യുക, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നോട്ടിൽ മിസ് തരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും വായിക്കണം. കൂടാതെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് മാത്രമല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഏത് പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് എക്സാമിന് വേണ്ടി വായിക്കാം. സോ നമ്മളിപ്പോ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം യൂസസ് ഓഫ് വാട്ടർ ആണ്. വെള്ളം, വാട്ടർ എന്നുള്ള ഈ പോർഷനിൽ നമ്മൾ പഠിച്ച ഒന്നാമത്തെ കാര്യം. We need water to drink and we must drink at least 8 glass of water every day. നമുക്ക് കുടിക്കാൻ വെള്ളം വേണം. ഒരു ദിവസം ചുരുങ്ങിയത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. Then we need water to wash clothes and to bath. ഡ്രസ്സ് വാഷ് ചെയ്യാനും കുളിക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം, വെള്ളം വേണം. Then we need water to wash vegetables and fruits. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴുകാൻ എന്ത് വേണം, വെള്ളം ആവശ്യമാണ്. We need water to cook food. ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ, ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് കുക്ക് ചെയ്യാനും നമുക്ക് എന്ത് വേണം, വെള്ളം ആവശ്യമുണ്ട്. We need water to clean our house. നമ്മുടെ വീട് വൃത്തിയാക്കാൻ എന്ത് വേണം, വെള്ളം ആവശ്യമുണ്ട്. Plants need water to make food. ചെടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ എന്ത് വേണം, വെള്ളം വേണം. We need water to put out a fire. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ അല്ലെ, ഒരു ഫയർ കെടുത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിനും വെള്ളം ആവശ്യമാണ് അല്ലെ. ചെറിയ രീതിയിലൊക്കെ ഉള്ള ഫയറൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലെ. നിങ്ങളുടെ അമ്മമാരൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഫയറൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ. അപ്പൊ നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് കെടുത്തി കളയും അല്ലെ. Then farmers water their fields. This helps the crops to grow. കൃഷിക്കാർക്ക് എന്ത് ചെയ്യണം, അവരുടെ കൃഷി സ്ഥലത്ത് വെള്ളം നനയ്ക്കേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അവരുടെ ക്രോപ്സ്, അവരുടെ വിളകളൊക്കെ നന്നായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം, കൃഷിക്കാരൊക്കെ അവരുടെ ഫീൽഡിൽ വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. Then many animals like fish lives in water. ഫിഷ് പോലെയുള്ള ഒരുപാട് മൃഗങ്ങൾ ഇവിടെ ഉണ്ട്, വെള്ളത്തിന്റെ അടിയിൽ ഒരുപാട് അനിമൽസ് ഉണ്ട് അല്ലെ. നമ്മുടെ ഫിഷ് ഉണ്ട്, തവളയുണ്ട്, അങ്ങനെ ഒരുപാട് പല ടൈപ്പ് ഫിഷുകളും ഒക്കെ ഇവിടെ ഉണ്ടാവും, വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, വെള്ളം നിർബന്ധമായിട്ടും വേണ്ടേ. വെള്ളം ഇല്ലെങ്കിൽ അവർ ചത്തുപോയില്ലേ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മീൻ വളർത്താറില്ലേ, ചെറിയ ബൗളിലൊക്കെ മീനൊക്കെ വാങ്ങിച്ച് വളർത്തുന്ന ആളുകളുണ്ട് അല്ലെ. വെള്ളം ഇല്ലാതെ വെറും ബൗളിലാണോ മീനെ കൊണ്ടിടാറ്? വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ എങ്ങനെയാണ് മീൻ ഉണ്ടാവുക, നന്നായിട്ട് ഇങ്ങനെ പിടയ്ക്കും അല്ലെ. കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് ചത്തു പോവുകയും ചെയ്യും. അപ്പൊ എന്ത് വേണം, നിർബന്ധമായിട്ടും വെള്ളം വേണം മീനുകൾക്ക് അല്ലെ. വെള്ളം ഇല്ലെങ്കിൽ അവര് ചത്തുപോകും. സോ മീനുകൾക്ക് താമസിക്കാനും വെള്ളം വേണം. We use rivers to travel in boats and ships. നമ്മൾ ബോട്ടിലും ഷിപ്പിലും ഒക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും പോവാറില്ലേ? നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകുമ്പോ എന്ത് ചെയ്യാറുണ്ട്, ബോട്ടിലൊക്കെ കയറിയിട്ട് എൻജോയ് ചെയ്യാറില്ലേ? ഉണ്ടോ? ബോട്ടിലൊക്കെ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? ബോട്ടിൽ ഇതുവരെ കയറാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആരുമില്ലല്ലോ. അമൃതക്കുട്ടി കയറിയിട്ടില്ലേ മോളെ? ഉണ്ടോ? ഇല്ല. ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ? ഇല്ല എന്നല്ലേ. അതെന്താണ് അമൃത? എന്താണ്, കൊറോണ ഒക്കെ ശരിയായിട്ട് ഒരു ദിവസം എന്ത് ചെയ്താൽ മതി, പയ്യന്നൂർ പോയാൽ മതി അല്ലെ. നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം, ബോട്ടിൽ പോവാം അല്ലെ. എല്ലാം കൊറോണയൊക്കെ ശരിയായിട്ട് പോവാൻ പറ്റുമ്പോ എന്ത് ചെയ്യാ, അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് പോണം കേട്ടോ. ഷബറ പോയിട്ടില്ലേ മോളെ? ബോട്ടിൽ കയറിയിട്ടില്ലേ ഷബറ? നോ, ഇല്ല അല്ലേ. നിങ്ങളുടെ ഒക്കെ എന്താണ്, അച്ഛനെയും അമ്മേനെയും കണ്ടിട്ട് വേണം വഴക്ക് പറയാനല്ലേ. കുട്ടികളെ ഇതുവരെ ഒരു ബോട്ടിൽ പോലും കയറ്റാൻ അവർ കൊണ്ടുപോയിട്ടില്ല അല്ലേ. എന്ത് ചെയ്യാം, കൊറോണ ഒക്കെ റെഡി ആയിട്ടാകുമ്പോ നമ്മുടെ അടുത്ത് പയ്യന്നൂർ പോയാൽ മതി അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ടൊന്ന് ബോട്ടിലൊക്കെ കറങ്ങടിച്ചിട്ട് വരാം അല്ലെ. സ്കൂളൊക്കെ തുറന്ന സമയമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോകായിരുന്നു അല്ലേ. പക്ഷെ എന്താണ്, കൊറോണ ഒക്കെ റെഡി ആയിട്ട് ടൈം കിട്ടുമ്പോ ഒരു ദിവസം പാരന്റ്സിന്റെ കൂടെ പോവാത്തവര് കേട്ടോ. ഇത് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പാടില്ല. അവര് റെഡി ആവുമ്പോ അവര് ഫ്രീ ആയിരിക്കുന്ന ഒരു ദിവസം അവര് നിങ്ങളെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ബോട്ടിലൊക്കെ പോണെങ്കിൽ നമുക്ക് എന്തായാലും
വെള്ളം വേണം അല്ലെ. റോഡിന്റെ മുകളിലൊന്നും ബോട്ട് പോവില്ല. എന്ത് വേണം? നിർബന്ധമായിട്ടും വെള്ളം വേണം. സോ ബോട്ടില് ഷിപ്പിലും ഒക്കെ പോണെങ്കിൽ അതിനും നമുക്ക് വെള്ളം ആവശ്യമാണ്. അയാൻ ആരെ കട്ട് ചെയ്യാനാണ് സീസേഴ്സ് ഒക്കെ എടുത്ത് കളിക്കുന്നത്? നമ്മള് സേഫ്റ്റി ബി സേഫ് എന്നുള്ള പോർഷനിൽ എന്താ പഠിച്ചത്? ഡു നോട്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജക്ട് ലൈക്ക് നൈഫ്, സിസേഴ്സ്, പ്ലേറ്റ്സ് പഠിച്ചിട്ടില്ലേ അയാൻ? അപ്പൊ എന്താണ് നമ്മള് വെള്ളത്തിന്റെ യൂസസ് ആണ് പറഞ്ഞത്. Then where is water found? വെള്ളം എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ. എല്ലാത്തിനും വെള്ളം വേണം എന്ന് പറഞ്ഞു നമ്മള്. പക്ഷെ എവിടെയാണ് നമുക്ക് വെള്ളം കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. Where is water found? When it rains, water gets collected in ponds, lakes, and rivers. Water is also found in wells. And at home, we get water from taps. We must boil the water before drinking. We can also filter the water to make it pure. വെള്ളം എവിടെയാണ് ഉണ്ടാവുക എന്ന് ആണ് ചോദിക്കുന്നത് അല്ലെ. നന്നായിട്ട് മഴ പെയ്യുമ്പോഴാണ് നന്നായിട്ട് വെള്ളം ഉണ്ടാവുക അല്ലെ. ഇനി ഇപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ്യിലൊക്കെ എന്താണ്? വെള്ളത്തിന് ക്ഷാമം വരാൻ പോവുകയാണ് അല്ലെ. നല്ല വെയിലാവുമ്പോ എന്ത് ചെയ്യും? എല്ലായിടത്തുമുള്ള വെള്ളം വറ്റിപ്പോകും അല്ലെ. നല്ല വെയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറെ നാള് കഴിയുമ്പോ നല്ല മഴയും വരും അല്ലെ. എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുക? മഴ പെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നതെന്ന്? അമൃത പറയാണ് ഇങ്ങനെയാണ് മഴ പെയ്യാന്ന്. അങ്ങനെയാണ് മഴ പെയ്യുന്നത്. പക്ഷെ അത് എവിടുന്നാണ് വരുന്നത്? ഇങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്. മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ ചറപറ ചറപറ എന്നാണ് മഴ പെയ്യാറ് അല്ലെ. എങ്ങനെയാണോ? എങ്ങനെയാണ് മഴ പെയ്യുന്നത്? നമ്മുടെ എങ്ങനെയാണ്? ആർക്കെങ്കിലും അറിയോ? ബിയോണൊക്കെ പറയുന്നു ഇങ്ങനെയാണ് മഴ പെയ്യാറ് അല്ലേ. അങ്ങനെ മാത്രമാണോ മഴ പെയ്യാറ്? ഇങ്ങനെ ഈ മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എങ്ങനെയാ ഈ മഴ ഉണ്ടാവുന്നത് അറിയാമോ? സാവിയോ അറിയാമെന്ന് പറയുന്നതല്ലോ. എങ്ങനെയാ മഴ ഉണ്ടാവുന്നത്? ഗുഡ്. സാവിയൊക്കെ അറിയാം എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ മഴ എങ്ങനെയാ ഉണ്ടാവുകയെന്ന്. സാവിയ പറഞ്ഞത് കേട്ടോ? നല്ല പിന്നെ ആരാണ്? ഹാദി പറയാൻ വേണ്ടി പോകുന്നത് അല്ലെ. ഹാദിക്കും അറിയാം. ഹാദി എന്താ പറയുന്നത് നോക്കാലോ. എങ്ങനെയാണ് മോളെ? അറിയോ? ചറപറ ചറപറ എന്നാണ് മഴ പെയ്യുന്നത്. അങ്ങനെയാണോ? എങ്ങനെയാണ് അറിയോ? അറിയില്ല അല്ലെ. കുഴപ്പമില്ല. എങ്ങനെയാണ് മഴ പെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സാവിയോ പറഞ്ഞ മാതിരി എല്ലായിടത്തും വെള്ളമുണ്ട് അല്ലെ. നമ്മുടെ പുഴയിലും തോട്ടിലും കടലിലും ഒക്കെ വെള്ളമുണ്ട്. നല്ല വെയിലുണ്ടാവുമ്പോ എന്ത് ചെയ്യും? വെള്ളം മുഴുവൻ ആവിയാവും അല്ലെ. ഇവാപറേഷൻ ആവും അല്ലെ. ഇവാപറേഷൻ ഉണ്ടാവും. അത് എന്നിട്ട് ഈ വെള്ളം മുഴുവൻ ഉണ്ടാവും വാട്ടർ വേപ്പർ ആവും അല്ലെ. നീരാവിയാകും. എന്നിട്ട് അതെന്ത് ചെയ്യും? ആകാശത്തിലേക്ക് പോകും അല്ലെ. നീരാവിയൊക്കെ എങ്ങോട്ടാ പോവുക? ആകാശത്തിലേക്കാണ് പോവുക. അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും? അത് മേഘങ്ങളായിട്ട് മാറും അല്ലെ. ക്ലൗഡ്സ് ആയിട്ട് മാറും. പിന്നെ എന്ത് ചെയ്യും? അത് അവിടുന്ന് വീണ്ടും ഈ വാട്ടർ വേപ്പർ ഒക്കെ വാട്ടർ ആകും. നീരാവിയൊക്കെ വീണ്ടും എന്ത് ചെയ്യും? കണ്ടൻസേഷൻ വഴി എന്താകും? വെള്ളമായിട്ട് മാറും. അങ്ങനെ അത് താഴോട്ട് വീഴും. എഗെയിൻ ഈ മഴ പെയ്യുന്ന വെള്ളമൊക്കെ എവിടേക്കാ പോകുന്നത്? നമ്മുടെ തോട്ടിലും പുഴയിലും കടലിലുമാണ് അല്ലെ. അവിടുന്ന് വീണ്ടും നല്ല വെയിലുണ്ടാകുമ്പോ നീരാവിയാകും. എന്നിട്ട് അത് മുകളിൽ പോയിട്ട് നല്ല മഴയായിട്ട് താഴേക്ക് വരും അല്ലെ. അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടുണ്ടെങ്കിൽ എന്താണ്? വേനൽ സീസണിൽ നല്ല ചൂടാണെങ്കിൽ അടുത്ത മഴ സീസണിൽ നല്ല മഴ ഉണ്ടാകും എന്ന് പറയുന്നത് അല്ലെ. നല്ല വെയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? വേനലില് നല്ല വെയിലാണെങ്കിൽ ഒരുപാട് വെള്ളം നീരാവിയായി മുകളിൽ പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ റെയിനി സീസൺ ആകുമ്പോൾ നല്ല മഴ ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ മഴ പെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ മഴ പെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? കുളത്തിലും തോട്ടിലും പുഴയിലും ഒക്കെ വെള്ളം ഉണ്ടാവുക അല്ലെ. നമ്മുടെ കിണറ്റിലും ഒക്കെ നന്നായിട്ട് വെള്ളം വരുന്നത് എപ്പോഴാണ്?
നല്ല മഴയുള്ള സമയങ്ങളിലാണ്. അപ്പോ മഴ പെയ്യുമ്പോ വെള്ളം ഇതിലൊക്കെ കളക്ട് ചെയ്യും അല്ലെ? ഇതിലൊക്കെയാണ് തോട്ടിലും പുഴയിലും ഒക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും അല്ലെ? നല്ല മഴയാണെങ്കിൽ. Then at home we get water from tap. ഇങ്ങനെ നന്നായിട്ട് മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ കിണറ്റിലും തോട്ടിലും പുഴയിലും ഒക്കെ വെള്ളം ഉണ്ടാകുന്നത്. വീടുകളിലാണെങ്കിൽ എങ്ങനെയാണ്? We get water from tap. ടാപ്പിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് അല്ലെ? നമ്മള് ടാപ്പ് തിരിക്കുന്നു, വെള്ളം എടുക്കുന്നു അല്ലെ? അതെവിടെ നിന്നാണ്? നമ്മുടെ കിണറ്റിൽ നിന്നോ പിന്നെ ബോർവെല്ലിൽ നിന്നോ എവിടുന്ന് വേണമെങ്കിലും വെള്ളം എടുക്കാം. Then we must boil the water before drinking it. ചെറിയ കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വെള്ളത്തിനെ കുറിച്ച് ഒരുപാട് വലിയ കാര്യങ്ങൾ എപ്പോ പഠിക്കുന്നു? സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും ഒക്കെ എത്തുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അവിടെ ഉണ്ട് എങ്ങനെയാണ് മഴ ഉണ്ടാവുക എന്നൊക്കെ പഠിക്കാൻ എവിടെയുണ്ട്? അടുത്ത ഇയറും അതിന്റെ അപ്പുറത്തെ ഇയറും ഒക്കെ ആകുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ പറയുന്നത് എന്താണ്? ചെറിയ കാര്യങ്ങളാണ്. വെള്ളം മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ കിണറിലും തോട്ടിലും ഒക്കെ വെള്ളം ഉണ്ടാകുന്നത്. വീട്ടില് നമുക്ക് വെള്ളം കിട്ടുന്നത് ടാപ്പിൽ നിന്നാണ് അല്ലെ? നമ്മൾ ടാപ്പിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കാറ്. പിന്നെ പറയുന്നത് എന്താണ്? We must boil the water before drinking it. വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നന്നായിട്ട് ബോയിൽ ചെയ്യണം അല്ലെ? തിളപ്പിക്കണം. നന്നായി തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് എത്ര സമയം തിളപ്പിക്കണം? 8 മുതൽ 10 മിനിറ്റ് വരെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളക്കണം അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തിളപ്പിക്കാൻ വെക്കും. ജസ്റ്റ് വെള്ളം തിളച്ചു തുടങ്ങുമ്പോ തന്നെ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് വെള്ളം വാങ്ങി വെക്കും അല്ലെ? അങ്ങനെയല്ല, 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് വെള്ളം തിളക്കുമ്പോൾ മാത്രമാണ് അതിലുള്ള ബാക്ടീരിയ അണുക്കളൊക്കെ നശിച്ചു പോകുന്നത്. അപ്പൊ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. നേരത്തെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു അല്ലെ? ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ട് ഇന്നു മുതൽ എന്ത് ചെയ്യണം? എല്ലാവരും 8-10 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. ആ വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇഷ്ടത്തിന് പച്ചവെള്ളമൊന്നും കോരി എടുത്ത് കുടിക്കരുത്. നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക അല്ലെ? രാവിലെ തന്നെ വെള്ളം തിളപ്പിച്ച് വെക്കുക, ബോട്ടിലാക്കി വെക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പൊ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. Then we can also filter the water to make it pure. പിന്നെ എന്ത് ചെയ്യാം? വെള്ളം നമുക്ക് ഫിൽട്ടർ ചെയ്യാം അല്ലെ? വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് അതിലെ ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാം. വാട്ടർ ഫിൽട്ടർ കൊണ്ട് എന്ത് ചെയ്യാം? വെള്ളം ഫിൽട്ടർ ചെയ്യാം. എന്നിട്ട് അതിന്റെ ഇംപ്യൂരിറ്റീസ്, അതിലുള്ള അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് പ്യുവർ ആയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കാം. ഓക്കെ, മനസ്സിലായോ? നമ്മൾ വെള്ളത്തിന്റെ യൂസസ് പറഞ്ഞു. പിന്നെ വെള്ളം എവിടെയൊക്കെയാണ് ഉണ്ടാവുക? പുഴയിലും തോട്ടിലും തടാകത്തിലും കുളത്തിലും ഒക്കെയാണ് വെള്ളം ഉണ്ടാവുക. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ടാപ്പ് വഴി വെള്ളം എടുക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ നന്നായി തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. പിന്നെ ഫിൽട്ടർ ചെയ്ത് പ്യുവർ ആക്കിയ വെള്ളവും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബി എ വാട്ടർ സേവർ. നമ്മൾ എങ്ങനെയൊക്കെ വെള്ളം സേവ് ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ബി എ വാട്ടർ സേവർ എന്നുള്ളത് എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പോർഷനും തീരില്ല. കുറച്ചധികം പോർഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. മറ്റു ക്ലാസ്സുകളിലേക്കാള് കുറച്ചധികം EVS പോർഷൻസ് ഉണ്ട്. എന്നാലും നമുക്ക് മാക്സിമം പെട്ടെന്ന് പറഞ്ഞു പോവാം. എക്സാം ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക? ഇതുവരെ പഠിച്ചതൊക്കെ നന്നായിട്ട് പഠിക്കുക അല്ലെ? അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇത് മാത്രമല്ലേ പഠിക്കേണ്ടതുള്ളൂ. ഇതുവരെ പഠിച്ചത് ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നതൊക്കെ എക്സാം ആകുമ്പോഴേക്കും മിക്കവാറും തീർന്നിട്ട് എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഇപ്പൊ നമ്മള് വെള്ളത്തിന്റെ യൂസസ് പറഞ്ഞു. ആൻഡ് വെർ വി ക്യാൻ ഫൗണ്ട് വാട്ടർ. വെള്ളം നമുക്ക് എവിടെയാണ് കാണാൻ വേണ്ടി പറ്റുക, ഇത്രയും പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്? ബി എ വാട്ടർ സേവർ. നമ്മൾ എപ്പോഴും വെള്ളം സേവ് ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ലെ? അനാവശ്യമായിട്ട് വെള്ളം കളയാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ബി എ വാട്ടർ സേവർ. എപ്പോഴും നമ്മളൊരു വാട്ടർ സേവർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. വെള്ളം കളയാതെ നന്നായിട്ട് വെള്ളം സംരക്ഷിക്കുന്ന ഒരാളാവുക. അത് നമുക്ക് എപ്പോ പറയാം? നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇപ്പോ വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോ എന്ത് ചെയ്യാ? ഇത്രയും പറഞ്ഞത് യൂസസ് ഓഫ് വാട്ടർ വായിക്കുക, വേർ വി കാൻ ഫൗണ്ട് വാട്ടർ വായിക്കുക, ആൻഡ് ബി എ വാട്ടർ സേവർ. ഇത് മൂന്നും വായിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാൻ.
ഇപ്പൊ തന്നെ അവിടെ ഇരുന്ന് 2 പ്രാവശ്യമെങ്കിലും മിസ് പറഞ്ഞത് മുഴുവൻ വായിച്ചിട്ട് മാത്രമേ അവിടെ നിന്ന് എണീറ്റ് പോകുള്ളൂ. അതായത് യൂസസ് ഓഫ് വാട്ടറും വായിക്കുക ആൻഡ് വേർ ദ വാട്ടർ ഫൗണ്ട്. ഇത്രയും ഭാഗം 2 തവണ വായിച്ചിട്ട് മാത്രമേ എണീറ്റ് പോകണ്ടൂ, അല്ലാതെ ഒരാളും എണീറ്റ് പോകരുത്. അവിടുന്ന് നൈലൊക്കെ എണീറ്റല്ലോ. നൈല എവിടെ പോവാണ്? എണീറ്റ് പോവാണോ? അവിടെ ഇരുന്ന് വായിച്ചിട്ടേ പോവാൻ പാടുള്ളൂ കേട്ടോ. 2 തവണ വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോഴേക്കും നന്നായി വായിച്ച് റെഡി ആയിട്ട് ഇരിക്കാം. ഓക്കെ, then let me wind up. Okay, bye. See you in the next class. Bye.